സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൻ്റെ ചില നേർക്കാഴ്ചകളുമായി മോർ ഗ്രിഗോറിയസ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന ലഘുനാടകം റീൽസ് മീൽസ് ഫീൽസ്. എന്റെ കർത്താവേ, ഇന്ന് ഈ വീട്ടിലെ മൂന്നാമത്തെ പേരക്കുട്ടിയുടെ പിറന്നാളാഘോഷമാണ്. അച്ഛനും വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. ഇന്നെങ്കിലും എൻ്റെ മകനും മരുമോളും ആ മൊബൈൽ ഫോണും ക്യാമറയും ഒക്കെ മാറ്റിവെച്ച് സാധാരണക്കാരെ പോലെ പെരുമാറണേ. അല്ല, ഇവിടുത്തെ മൂത്ത സന്താനങ്ങൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? എടാ ജോണിക്കുട്ടിയെ, മാത്തുക്കുട്ടിയെ, എഴുന്നേറ്റ് വാടാ. മക്കളെ, ഇന്ന് ഇവിടെ വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. വേഗം പോയി ഒരുങ്ങി വാ. ചെല്ല്, വേഗം ചെല്ല്. ഓക്കേ അമ്മച്ചി. ആ മക്കളെ, അടുത്ത ആഴ്ചത്തെ ക്രിസ്മസ് സെലിബ്രേഷന് നിങ്ങൾ ഒരു ബൈബിൾ നാടകം കളിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. അമ്മച്ചിക്ക് സന്തോഷമായി. അതൊരു ന്യൂ ജെൻ നാടകമാണ് അമ്മച്ചി. ദൈവമേ, ബൈബിൾ നാടകത്തിനും ന്യൂ ജനറേഷനോ? എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഒന്ന് കാണിച്ചേടാ മക്കളെ. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, ഇന്നു വൈകുന്നേരം 6 മണിക്ക് യൂദായിലെ ഗോദയിൽ നമ്മുടെ ആദാമിൻ്റെ പിൻതലമുറക്കാരൻ, ഇസ്രായേലിൻ്റെ പൊന്നോമന പുത്രൻ, ജസ്സയുടെ ചുണക്കുട്ടൻ ദാവീദ്, ഫിലിസ്തീനയുടെ ഫയൽവാൻ കാലമാടൻ ഗോലിയാത്തുമായി ഏറ്റുമുട്ടുന്നു. ഏവരും അത് കാണുവാനായി എത്തിച്ചേരേണ്ടതാണ്. കർത്താവേ, ഈ ഗോലിയാത്തിനെ തോപ്പിക്കാൻ ഒരു ഐഡിയ. മെഷീൻ ഗൺ സൂപ്പർ, തോക്ക് കിടു, ഗദ പൊളി, പക്ഷെ പൈസ ഇല്ല. അമ്പും വില്ലും കീലേരിയച്ചു വേണ്ട, മതി കവണ മതി. നീ തീർന്നടാ, തീർന്നു. തിളങ്ങി, കാറ്റും കോളും തുടങ്ങി, നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി. കൺമുന്നിൽ പറന്ന് കാക്കിൻ കാക്ക കുരുന്നായി, കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു. ഇങ്ങനെയാണോടാ ബൈബിൾ നാടകം കളിക്കുന്നത്? അയ്യേ അമ്മച്ചി, എല്ലാം ന്യൂ ജെൻ സ്റ്റൈല് ചെയ്താലേ ഈ കാലത്ത് ട്രെൻഡിങ് ആകുള്ളൂ. അമ്മച്ചിയും കുറച്ച് ന്യൂ ജെൻ സ്റ്റൈലൊക്കെ പഠിക്കാം. ഓ, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം. നിങ്ങൾ പോയി ഒരുങ്ങ്. ന്യൂ ജനറേഷൻ. അമ്മച്ചി ഓക്കേ ആണോ? ആ, ഞാൻ ഓക്കെയാണ്. വിരുന്നുകാരൊക്കെ ഇപ്പൊ എത്തും. നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? വരുന്ന അമ്മച്ചി. ഓ, രാവിലെ തന്നെ വീൽസ് ആയിരിക്കും. വീൽസ് അല്ല അമ്മച്ചി, റീൽസ്. കവിതയുമായി നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മധുനുകരും. ആ, അമ്മച്ചി നേരത്തെ റെഡി ആയല്ലേ? അതെന്താടാ?
അയ്യോ ചിന്നു, റീൽസ് എടുത്ത് കഴിഞ്ഞു, ഇനി നേരെ നിന്നോ. എടാ മണ്ട, അത് അവളുടെ നടു ഉളുക്കി നിൽക്കുന്നതാ. നീ പോയി കുറച്ച് പിണ്ണതൈലം ഇട്ട് തിരുമ്മി കൊടുക്ക. ആ, ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നിങ്ങൾ സമയം കളയാതെ ആ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. Motion detected at the front door. ആഹാ, ഒത്തിരി ഫുഡൊക്കെ ഉണ്ടല്ലോ. ആ ജാൻസിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഫുഡെല്ലാം നിരത്തി വെച്ചവർ എത്ര റീൽസ് ആണ് എടുത്തത്. ഇൻസ്റ്റഗ്രാം നിറഞ്ഞ ആടുമല്ലായിരുന്നോ? ഇന്ന് നമുക്കൊന്ന് പൊളിക്കണം. ആ ജിക്കുമോനെ വിളിച്ചിട്ടില്ലേടി? വിളിച്ചിട്ടുണ്ട്. അവൻ വന്നിട്ട് വേണം നല്ല ആംഗിളിൽ കുറച്ച് വീഡിയോ എടുക്കാൻ. എന്നിട്ട് വേണം 1 മില്യൺ അടിക്കാൻ. എന്റെ പൊന്നമ്മച്ചി, അവനോട് കല്യാണക്കാരി ഒന്നും ചോദിച്ചേക്കരുത് കേട്ടോ. ഏയ്, ദേ അവൻ വന്നല്ലോ. ആ മോനെ, കേറി വാ. നിന്റെ കല്യാണക്കാരി ഒന്നും ശരിയായില്ലടാ കൊച്ചിനെ. വീട്ടിൽ നിർബന്ധിക്കുന്നുണ്ട്. അപ്പനും അമ്മയും നിർബന്ധിക്കുന്നുണ്ടെന്നോ? അല്ല, ഞാനാ നിർബന്ധിക്കുന്നത്. ആ, നീ വേഗം അങ്ങോട്ട് ചെല്ല്. അവര് നിന്നെ കാത്തിരിക്കുവാ. വല്ലതും കഴിക്കാറാകുമ്പോ എന്നെ കൂടെ വിളിച്ചാ മതി കേട്ടോ. ഞാൻ എവിടെ ഇരുന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങട്ടെ. എന്താ അമ്മച്ചി, സമാധിയായിട്ടോ? അമ്പടി, സമാധി എന്നല്ല, സമാധാനം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ കണ്ണടഞ്ഞു കാണാൻ കാത്തിരിക്കുവാ സ്ലാബിട്ട് മൂടാൻ. Amma, I'm hungry. Can we have something to eat? പോയി കളിക്ക് പിള്ളാരെ. ഫോട്ടോ എടുക്കാതെ ഇതിലൊന്നും തൊട്ടു പോകരുത്. Motion detected at the front door. അച്ഛൻ വന്നെന്ന് തോന്നുന്നു. അയ്യോ അച്ഛാ, 1 മിനിറ്റ്. അച്ഛൻ കയറി വരുന്നത് കിട്ടിയില്ല. അച്ഛനൊന്ന് പുറകോട്ട് നടന്നിട്ട് പയ്യെ സ്ലോ മോഷനിൽ ഇങ്ങോട്ട് വരാമോ? സ്ലോ മോഷനോ? അച്ഛനൊന്നും ചെയ്യണ്ട. ആ സൺഡേ സ്കൂൾ പിള്ളേർ ഒച്ച വെക്കുമ്പോ അവരെ പിടിക്കാൻ പതുങ്ങി പോവാറില്ലേ, അതുപോലെ ഇങ്ങ് വന്നാ മതി. ആഹാ, ചേട്ടത്തി നല്ല ഉറക്കമാണല്ലോ. ഏലമ്മച്ചേടത്തി. അയ്യോ, കോച്ചിപ്പിടുത്തമാണോ ചേട്ടത്തി? അല്ല അച്ഛാ, ഞാനൊന്ന് ന്യൂ ജനറേഷൻ ആയതാ. ഓഹോ, പ്രായമൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ആഹാ, മേശ നിറയെ വിഭവങ്ങളാണല്ലോ. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. ഗംഗേ, അല്ല ചിന്നു. അയ്യോ, ഞാനിപ്പോ എന്തോ പറഞ്ഞല്ലോ. ഞാനിപ്പോ എന്താ പറഞ്ഞത് അമ്മച്ചി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കാപ്പി കുടിച്ചതാണ്. അച്ഛൻ ഇരിക്കെ ഒരു 2 വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഭക്ഷണം എടുക്കാം. റീൽസ് കഴിഞ്ഞാൽ ഉടനെ മീൽസ് എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. ഇത് ശരിയാവില്ല. ഒരു 5-6 ക്യാൻഡിൽസ്, കുറച്ച് ഫ്രൂട്ട്സ്, നട്ട്സ് ഒക്കെ വെച്ച് കളറാക്കണം നമുക്ക്. അതിനെന്താടാ, ഒരു 2 മിനിറ്റ്, ഞാൻ ഇപ്പൊ പോയി വാങ്ങിച്ചിട്ട് വരാം. ചേട്ടാ, പോകുമ്പോ ആ കൊച്ചിനെ കൂടെ കൊണ്ടുപോക്കോ കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ മുഴുവൻ അലങ്കോലമാക്കും. ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, വയറ്റിൽ ഭയങ്കര ഗ്യാസ്. എടാ പിള്ളേരെ, അച്ഛന് കുറച്ച ജലൂസിൽ അങ്ങ് കൊടുക്ക്. ദൈവമേ, കുറച്ച് ജലൂസിൽ എടുക്കാനും റീലോ? വീഡിയോ എടുത്തതൊക്കെ മതി, ഇനി കേക്ക് മുറിക്കാം. എന്നാ കൊച്ചിനെ വിളിക്ക. കൊച്ചെവിടെ? കൊച്ചെവിടെ? മനുഷ്യ, നിങ്ങൾ കൊച്ചിനെ കൂട്ടിയില്ലേ കടയിൽ പോയത്? അതിനെ അവിടെ വെച്ച് മറന്നോ? നിർത്ത്. ഇവൻ പരിസരം മറന്ന് ഇതൊക്കെ കാട്ടിക്കൂട്ടു എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോണിക്കുട്ടനെ ഇവന്റെ പുറകെ വിട്ടിരുന്നു. കൊച്ചിതേ അപ്പുറത്തെ മുറിയിലിരുന്ന് കളിക്കുന്നുണ്ട്. എന്നാലും പിറന്നാൾ ദിവസം തന്നെ
നീ ആ കൊച്ചിനെ മറന്നല്ലോടാ. സാരമില്ല ചേട്ടത്തി, ഇനി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. വാസ്തവത്തിൽ ഇത് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൽ ക്രിസ്തുവിനെ മറന്ന് ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും പൊങ്ങച്ചങ്ങളിലും സമയം ചെലവഴിച്ച് അവർ ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്ദേശം മറന്നുപോകുന്നു. പ്രത്യേകിച്ചും ഈ വിദേശ രാജ്യത്ത് ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്ദേശം പരത്തുന്നവരായി നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ മാറണം. തീർച്ചയായും അച്ഛാ, ഇനി മുതലുള്ള ഞങ്ങളുടെ ആഘോഷങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. ഇനി എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നേ, നമുക്ക് ഓരോ ഫോട്ടോ പിടിക്കാമെന്നേ. ഞാൻ എടുത്തു തരാമല്ലോ ഫോട്ടോ. ചേർത്തി മടിക്കണ്ട, ആ പോസം കിട്ടോ. 1 2 3